നമസ്കാരം. എല്ലാ +1 കൂട്ടുകാർക്കും സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന യൂണിറ്റിലെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഗ്യാസ് ലോസിലെ ഗേ-ലൂസാക്സ് ലോ, അവഗാഡ്രോസ് ലോ എന്നിവയെ പറ്റിയും മോളാർ മാസ് ഡെൻസിറ്റി റിലേഷൻ, അതേപോലെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്നും ഡെൻസിറ്റി മോളാർ മാസ് റിലേഷൻ, ഇതിനെയൊക്കെ പറ്റിയായിരുന്നു. 2 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്നു. നമുക്ക് ആദ്യം ആ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 34.05 ml ഓഫ് ഫോസ്ഫറസ് വേപ്പർ വെയ്സ് 0.625 gram at 546 degrees Celsius and 0.1 bar pressure. What is the molar mass of phosphorus? നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ഇവിടെ വോളിയം 34.05 ml എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റെ വാല്യൂ ഉപയോഗിക്കുമ്പോൾ അവിടെ വോളിയത്തിൻ്റെ യൂണിറ്റ് ലിറ്ററിലായതുകൊണ്ട് ഈ ml നമ്മൾ ആദ്യം ലിറ്ററിലോട്ട് കൺവെർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു 34.05 × 10⁻³ ലിറ്റർ. മാസ് ഓഫ് ദ ഗ്യാസ് W is equal to 0.625 gram. Temperature 546 degrees Celsius, which is equal to 546 plus 273 is equal to 819 Kelvin. ആൻഡ് പ്രഷർ is equal to 0.1 bar. ഇവിടെ പ്രഷറിൻ്റെ യൂണിറ്റ് ബാർ എന്നതായതുകൊണ്ട് നമുക്ക് ആറിൻ്റെ വാല്യൂ 0.083 ലിറ്റർ ബാർ പെർ കെൽവിൻ പെർ മോൾ എന്ന് ഉപയോഗിക്കാം. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് PV is equal to nRT. ഇവിടെ n എന്ന് പറയുമ്പോൾ W/m ആണ്. സോ വി ക്യാൻ റൈറ്റ് PV is equal to W/m into RT, or m is equal to WRT divided by PV. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 123.1 gram per mol എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. An air filled balloon has a volume of 125 liter at 760 millimeter of mercury and 25 degrees Celsius. What will be its volume when the pressure is 670 millimeter of mercury and temperature is 18 degree Celsius? ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. Here P1 is equal to 760 millimeter of mercury, V1 is equal to 125 liter, T1 is equal to 25 degrees Celsius, which is equal to 25 plus 273, that is equal to 298 Kelvin. P2 is equal to 670 millimeter of mercury, T2 is equal to 18 degrees Celsius, that is equal to 291 Kelvin. നമുക്ക് V2ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് കമ്പൈൻഡ് ഗ്യാസ് ലോ ഉപയോഗിക്കാം. That is P1 V1 by T1 is equal to P2 V2 by T2. So V2 is equal to P1 V1 T2 divided by P2 T1. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 138.46 millimeter of mercury എന്ന് കിട്ടും. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പാർഷ്യൽ പ്രഷർ എന്ന ഒരു കൺസെപ്റ്റാണ്. നമുക്ക് 27 ഡിഗ്രി സെൽഷ്യസിലെ ഒരു 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വെസൽ കൺസിഡർ ചെയ്യാം. ഈ വെസലിൽ 3 ഗ്യാസ് ഉണ്ടെന്നിരിക്കട്ടെ. ഗ്യാസിന് നമുക്ക് 1, 2, 3 എന്ന് കൊടുക്കാം. ഈ ഓരോ ഗ്യാസും പ്രഷർ എക്സെർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഈ ഓരോ ഗ്യാസും എക്സെർട്ട് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ പാർഷ്യൽ പ്രഷർ എന്നാണ് വിളിക്കുന്നത്. എന്താണ് പാർഷ്യൽ പ്രഷർ? ഒരു മിക്സർ ഓഫ് ഗ്യാസിനകത്ത് ഓരോ ഗ്യാസും എക്സെർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ പേരാണ് പാർഷ്യൽ പ്രഷർ. നാം ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ ഈ 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വെസലിൽ അതേ ടെമ്പറേച്ചറിൽ ഓരോ ഗ്യാസും നമ്മൾ ആദ്യം എത്ര എമൗണ്ട് എടുത്തോ അത്രയും ഗ്യാസ് ആ ഫുൾ വോളിയം ഒക്യുപ്പൈ ചെയ്യുമ്പോൾ, ആ 10 ലിറ്റർ വോളിയം ഒക്യുപ്പൈ ചെയ്യുമ്പോൾ അത് എക്സെർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ പേരാണ് പാർഷ്യൽ പ്രഷർ. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ P1 എന്ന് കൊടുക്കാം. സിമിലർലി ഫോർ സെക്കൻഡ് ഗ്യാസ് ദ പാർഷ്യൽ പ്രഷർ ഈസ് P2 ആൻഡ് P3 ഈസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ തേർഡ് ഗ്യാസ്. ഇവിടെ മറ്റൊന്നുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഗ്യാസും പരസ്പരം റിയാക്ട് ചെയ്യാത്ത ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വെസലിൽ ഈ 3 ഗ്യാസും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ പ്രഷർ എത്രയായിരിക്കും? അത് നമുക്കിങ്ങനെ എഴുതാം. ദറ്റ് ഈസ് P ടോട്ടൽ ഇസ് ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3. അതായത് നോൺ റിയാക്ടിംഗ് ഗ്യാസുകളുടെ ഒരു മിക്സ്ചറിൽ ഉണ്ടാകുന്ന ആകെ പ്രഷർ എന്നുള്ളത് ഓരോ ഗ്യാസും എക്സെർട്ട് ചെയ്യുന്ന പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മായിരിക്കും. ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ എന്ന സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്ന പേര് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്നാണ്. നമുക്ക് ആദ്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം.
Dalton's law states that the total pressure exerted by a mixture of non-reacting gases is equal to the sum of the partial pressures of individual gases. ഒരു മിക്സർ ഓഫ് നോൺ റിയാക്ടിംഗ് ഗ്യാസിൽ ആകെ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുമ്പോൾ ഓരോ ഗ്യാസും എക്സേർട്ട് ചെയ്യുന്ന പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മായിരിക്കും. കണ്ടീഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഓൾസോ ദ ഗ്യാസ് ഓക്യുപ്പൈ ദ സെയിം വോളിയം. ഇതിൻ്റെ മാത്തമെറ്റിക്കൽ ഫോം നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദറ്റ് ഈസ് പി ടോട്ടൽ ഇസ് ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3. ഹിയർ P1, P2, P3 etc. are the partial pressures of the component gases. അമോണിയ HCl ഈ രണ്ട് ഗേഷ്യസ് മിക്സറിൻ്റെ കേസിൽ ഡാൾട്ടൺസ് ലോ ആപ്ലിക്കബിൾ ആകത്തില്ല. അതെന്തുകൊണ്ടായിരിക്കും? യെസ്, നമുക്കറിയാം അമോണിയ HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യും. കാരണം അങ്ങനെ റിയാക്ടിംഗ് ഗ്യാസസിൻ്റെ മിക്സറിൻ്റെ കേസിൽ ഡാൾട്ടൺസ് ലോ ആപ്ലിക്കബിൾ ആകത്തില്ല. ഡാൾട്ടൺസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നോക്കിയാലോ. സാധാരണ വാട്ടർ സർഫസിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഗ്യാസ് ഡ്രൈ ഗ്യാസ് ആയിരിക്കത്തില്ല. അവിടെ എല്ലായ്പ്പോഴും മോയ്സ്ചർ കൂടി ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ, ദറ്റ് ഈസ് ഒബ്സർവ്ഡ് പ്രഷർ, ഈസ് നോട്ട് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ്. ഇറ്റ് ഈസ് എ സം ഓഫ് ദ പ്രഷർ ഓഫ് ഗ്യാസ് ആൻഡ് പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ ഓർ മോയ്സ്ചർ. സോ വി ക്യാൻ അപ്ലൈ ഡാൾട്ടൺസ് ലോ for calculating the pressure of dry gas. That is here P total is equal to P dry gas plus P water vapor. Saturated water vapor inde pressure ne oru peru parayum. That is called aqueous tension. So we can write the equation as P total is equal to P dry gas plus aqueous tension, or pressure of dry gas is equal to P total മൈനസ് അക്യൂസ് ടെൻഷൻ. അക്യൂസ് ടെൻഷൻ്റെ വാല്യൂ ഓരോ ടെമ്പറേച്ചറിലും ഡിഫറൻ്റ് ആണ്. കൂട്ടുകാർക്ക് ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലുള്ള അക്യൂസ് ടെൻഷൻ്റെ വാല്യൂ സ്ക്രീനിൽ കാണാൻ കഴിയും. ഈ വാല്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അക്യൂസ് ടെൻഷൻ്റെ വാല്യൂ കൂടും. അതിൻ്റെ കാരണം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടുതൽ വേപ്പറൈസേഷൻ സംഭവിക്കുകയും അപ്പോൾ വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് കൂടും. സോ ദ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ ഓർ അക്യൂസ് ടെൻഷൻ ഇൻക്രീസസ്. അടുത്തതായി നമ്മളിപ്പോൾ പഠിച്ച പാർഷ്യൽ പ്രഷറിനെ മോൾ ഫ്രാക്ഷനുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഒരേ വോളിയത്തിൽ ഒക്യുപ്പൈ ചെയ്യുന്ന 3 ഗ്യാസിനെ കൺസിഡർ ചെയ്യാം. ദറ്റ് ഈസ് 1, 2 ആൻഡ് 3. ഈ 3 ഗ്യാസും ഒക്യുപ്പൈ ചെയ്യുന്ന വെസലിൻ്റെ വോളിയം V എന്നിരിക്കട്ടെ. നാം നേരത്തെ പഠിച്ചതുപോലെ ലെറ്റ് P1, P2, P3 ബി ദെയർ റെസ്പെക്റ്റീവ് പാർഷ്യൽ പ്രഷേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനായ PV is equal to nRTയിൽ നിന്നും P is equal to എന്തെഴുതാം? nRT/V. ഇവിടെ വോളിയം, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, R കോൺസ്റ്റൻ്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഫസ്റ്റ് ഗ്യാസ് ദറ്റ് ഈസ് P1 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? N1RT ഡിവൈഡഡ് ബൈ V. സിമിലർലി P2 partial pressure of second gas is equal to N2RT divided by V. And for third gas, the partial pressure P3 is equal to N3RT divided by V. നാം നേരത്തെ പഠിച്ച ഡാൾട്ടൺസ് ലോയുടെ മാത്തമെറ്റിക്കൽ ഫോമിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ദറ്റ് ഈസ് P total is equal to P1 plus P2 plus P3 which is equal to N1RT by V plus N2RT by V plus N3RT by V. ഈ 3 ടേംസിലും RT by V കോമൺ ആണ്. So we can write N1 plus N2 plus N3 into RT by V. നമുക്ക് P1നെ P total കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? ദറ്റ് ഈസ് P1 ഡിവൈഡ് ബൈ P total ഈസ് ഈക്വൽ ടു P1ന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂ N1 RT by V ഡിവൈഡഡ് ബൈ P totalന് പകരം N1 plus N2 plus N3 into RT by V. ഇവിടെ RT by V ക്യാൻസൽഡ് ആവും. സോ വി ഗെറ്റ് P1 by P total is equal to N1 ഡിവൈഡഡ് ബൈ N1 plus N2 plus N3. വാട്ട് ഈസ് N1 ഡിവൈഡഡ് ബൈ N1 plus N2 plus N3? നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ പഠിച്ചതാണ്. നമ്പർ ഓഫ് മോൾ ഓഫ് എ പർട്ടിക്കുലർ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ദറ്റ് ഈസ് കോൾഡ് മോൾ ഫ്രാക്ഷൻ X1 ഓർ Chi1. ഇവിടെ നമ്മൾ മോൾ ഫ്രാക്ഷനെ എളുപ്പത്തിൽ X എന്നാണ് സൂചിപ്പിക്കുന്നത്. ദറ്റ് ഈസ് P1 ഡിവൈഡഡ് ബൈ P total ഈസ് ഈക്വൽ ടു X1 എന്ന് എഴുതാം. ഓർ P1 is equal to X1 P total. സിമിലർലി P2 is equal to X2 P total ആൻഡ് P3 is equal to X3 P total. ഒരു മിക്സർ ഓഫ് ഗ്യാസിൻ്റെ ടോട്ടൽ പ്രഷർ അറിയാമെങ്കിൽ അതിൽ ഓരോ ഗ്യാസും എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ ദറ്റ് ഈസ് പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ജനറലായിട്ട് PI is equal to XI into P total എന്ന് എഴുതാം. ഇവിടെ PI ഉദ്ദേശിക്കുന്നത് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ith ഗ്യാസ്.
Similarly, Xi is the mole fraction of the ith component or ith gas. നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? ഈ ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക. എ നിയോൺ ഡൈ ഓക്സിജൻ മിക്സ്ചർ കണ്ടെയ്ൻസ് 70.6 gram dioxygen and 167.5 gram neon. If pressure of the mixture of gases in the cylinder is 25 bar, what is the partial pressure of dioxygen and neon in the mixture? ഇവിടെ രണ്ട് ഗ്യാസിൻ്റെ മിക്സറാണ് തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് നിയോൺ ആൻഡ് ഡൈഓക്സിജൻ. നിയോണിൻ്റെയും ഓക്സിജൻ്റെയും മാസും തന്നിട്ടുണ്ട്, കൂടാതെ ടോട്ടൽ പ്രഷറും ഉണ്ട്. ഓരോ ഗ്യാസും എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ, ദാറ്റ് ഈസ് പാർഷ്യൽ പ്രഷർ ഓഫ് നിയോൺ ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഓർ ഡൈഓക്സിജൻ കാണണം. നാം നേരത്തെ പഠിച്ച ഇക്വേഷൻ ഉപയോഗിക്കാം, ദാറ്റ് ഈസ് പി ഐ ഇസ് ഈക്വൽ ടു എക്സ് ഐ ഇൻറ്റു പി ടോട്ടൽ. പക്ഷേ ഇവിടെ മോൾ ഫ്രാക്ഷൻ തന്നിട്ടില്ല. നമുക്കറിയാം, ഒരു ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ കാണണമെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് മോളിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസോട് ഡിവൈഡ് ചെയ്യണം. പക്ഷേ ക്വസ്റ്റിനകത്ത് നമ്പർ ഓഫ് മോൾസും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ ഓരോ ഗ്യാസിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾ ഓഫ് ഓക്സിജൻ ആൻഡ് നമ്പർ ഓഫ് മോൾ ഓഫ് നിയോൺ. വി നോ ദാറ്റ് നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അതുകൊണ്ട് നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡൈ ഓക്സിജൻ ഈസ് ഈക്വൽ ടു 70.6 divided by 32 is equal to 2.21 mole. Number of moles of neon is equal to 167.5 divided by 20 is equal to 8.375 mole. Mole fraction of dioxygen കാണാം, that is XO2 is equal to number of moles of oxygen divided by total number of moles, which is equal to 2.21 divided by 2.21 plus 8.375. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 0.21 എന്ന് കിട്ടും. ഇതേപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് നിയോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ഓഫ് നിയോൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, ദറ്റ് ഈസ് ഈക്വൽ ടു 8.375 ഡിവൈഡ് ബൈ 2.21 പ്ലസ് 8.375 വിച്ച് ഈസ് ഈക്വൽ ടു 0.79. ഇപ്പോൾ നമ്മൾ രണ്ട് ഗ്യാസിൻ്റെയും മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഓരോ ഗ്യാസിൻ്റെയും പാർഷ്യൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് PO2 is equal to XO2 into P total, which is equal to 0.21 into 25 is equal to 5.25 bar. Similarly, partial pressure of neon is equal to 0.79 into 25 is equal to 19.75 bar. ഇവിടെ ഒരു ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ നമ്മൾ കണ്ടെത്തി കഴിയുകയാണെങ്കിൽ രണ്ടാമത്തെ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ പ്രഷറിൽ നിന്നും ആദ്യത്തെ ആളുടെ പാർഷ്യൽ പ്രഷർ മൈനസ് ചെയ്താലും മതി. നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് ഒരു തിയറിയാണ്, കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. നാം ഡിഫറൻറ്റ് ഗ്യാസ് ലോസ് പഠിച്ചു കഴിഞ്ഞു. ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗെയ്ലൂസാക്സ് ലോ, അവഗാഡ്രോസ് ലോ ആൻഡ് ഓൾസോ ഡാൾട്ടൺസ് ലോ. ഈ പറഞ്ഞ എല്ലാ ഗ്യാസ് ലോസും എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ്റെ ഫലമായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു ഗ്യാസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുമെന്നും, അതേപോലെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുമെന്നും, വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ കൂടുമെന്നും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു ഗ്യാസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇരിക്കുന്ന ഒരു ഗ്യാസിൻ്റെ കേസിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് വോളിയം ഡിക്രീസ് ചെയ്യുന്നു? ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു തിയറി ഉപയോഗിക്കാം. ആ തിയറിയുടെ പേരാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി. ഇത് പ്രപ്പോസ് ചെയ്തത് ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റായ ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലും ഒരു ഓസ്ട്രിയൻ സയൻറ്റിസ്റ്റായ ലെഡ്വിഗ് ബോൾസ്മാനുമാണ്. ഈ തിയറി ആറ്റങ്ങളും മോളിക്യൂൾസുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഈ തിയറിയെ മൈക്രോസ്കോപ്പിക് മോഡൽ ഓഫ് ഗ്യാസ് എന്നും വിളിക്കാറുണ്ട്. നമുക്ക് ഈ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ ഐഡിയാസ്, പോസ്റ്റുലേറ്റ്സ് ഒന്ന് നോക്കിയാലോ. ദ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഈസ് ദാറ്റ് എവരി ഗ്യാസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സം മൈന്യൂട്ട് ഇലാസ്റ്റിക് ആൻഡ് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ്. ദ വോളിയം ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഓർ ദ എംറ്റി സ്പേസ് ബിറ്റ്വീൻ ദി ഗ്യാസ് മോളിക്യൂൾ. അതായത് ഗ്യാസ് മോളിക്യൂളുകളുടെ ഇടയിൽ എംറ്റി സ്പേസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിനെ കംപ്രസ് ചെയ്യാം. സെക്കൻഡ് പോസ്റ്റുലേറ്റ്, ദെയർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ്. ഒരു ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസിനിടയ്ക്ക്, അതായത് ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂളുകൾ തമ്മിൽ യാതൊരു ഇൻട്രാക്ഷനുമില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഗ്യാസ് മോളിക്യൂളും ഫ്രീ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. That is, the movement of a particle is not affected by adjacent particles. Third postulate, particles of a gas are always in continuous random motion in straight lines. Particles, ഒരു ഗ്യാസിലെ പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ് ആയിട്ട് റാൻഡം ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർത്ത് പോയിന്റ്, ഡ്യൂറിങ് ദിസ് റാൻഡം മോഷൻ they collide with each other
and also with the walls of the container. The pressure of a gas is due to the wall collision made by particles. ഒരു ഗ്യാസിൻ്റെ മോളിക്യൂൾസ് റാൻഡമായിട്ട് മൂവ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ഗ്യാസിൻ്റെ മോളിക്യൂൾ തമ്മിൽ കൊളൈഡ് ചെയ്യും. കൂടാതെ ആ വെസലിൻ്റെ ഭിത്തിയിലും ഇടിക്കും. ഈ വെസലിൻ്റെ ഭിത്തിയിലുള്ള ഇടിയുടെ ഫലമായിട്ടാണ് ഒരു ഗ്യാസിന് പ്രഷർ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡ്യൂ ടു ദ കൊളീഷൻ ഓഫ് പാർട്ടിക്കിൾസ് with the walls of the vessel or container. Fifth point, all collisions of gas molecules are perfectly elastic. That is, the total energy of molecules before and after collision remains same. ഒരു ഗ്യാസിലുള്ള മോളിക്യൂൾസിൻ്റെ കൊളിഷൻസ് എല്ലാം തന്നെ ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. എന്താണ് ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ഒരു കൊളൈഡിങ് മോളിക്യൂളിൻ്റെ കൊളിഷന് മുമ്പുള്ള കൈനറ്റിക് എനർജിയും കൊളിഷന് ശേഷമുള്ള കൈനറ്റിക് എനർജിയും ഈക്വൽ ആണ് എന്നാണ്. അതായത് ടോട്ടൽ എനർജി ഓഫ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളിഷൻ. കൊളിഷൻ്റെ ഫലമായിട്ട് എനർജി എക്സ്ചേഞ്ച് സംഭവിക്കാം. അതായത് ഒരു മോളിക്യൂളിന് എനർജി കൂടാം, മറ്റുള്ള മോളിക്യൂൾസിന് എനർജി കുറയാം. എങ്കിലും ടോട്ടൽ എനർജി എടുക്കുകയാണെങ്കിൽ അത് സെയിം ആയിരിക്കും. സിക്സ്ത് പോസ്റ്റുലേറ്റ്, അറ്റ് എനി പർട്ടിക്കുലർ ടൈം ഡിഫറൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ എ ഗ്യാസ് ഹാവ് ഡിഫറൻറ്റ് സ്പീഡ്സ് ആൻഡ് ഡിഫറൻറ്റ് കൈനറ്റിക് എനർജി. നമുക്കറിയാം ഗ്യാസിലെ മോളിക്യൂൾസ് കണ്ടിന്യൂസ് ആയിട്ട് റാൻഡമായിട്ട് മൂവ് ചെയ്യുന്നു, അവർ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊളിഷൻ്റെ ഫലമായിട്ട് മോളിക്കുലാർ സ്പീഡിൽ മാറ്റം ഉണ്ടാകാം. മോളിക്കുലാർ സ്പീഡ് മാറുമ്പോൾ കൈനറ്റിക് എനർജിക്ക് മാറ്റം ഉണ്ടാകാം. ബട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ആൻഡ് ദ ലാസ്റ്റ് പോയിൻറ്റ്, ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. നാം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഒരു ഗ്യാസിലെ മോളിക്യൂൾസിന് ഡിഫറൻറ്റ് സ്പീഡ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കൈനറ്റിക് എനർജി ഡിഫറൻ്റ് ആയിരിക്കാം. അതുകൊണ്ട് നമുക്കൊരു ആവറേജ് കൈനറ്റിക് എനർജി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഈ ആവറേജ് കൈനറ്റിക് എനർജി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യും. നാം ഇപ്പോൾ പഠിച്ച കൈനറ്റിക് മോളിക്കുലാർ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിഫറൻറ്റ് ഗ്യാസ് ലോസിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കൈനറ്റിക് മോളിക്കുലാർ തിയറി അനുസരിച്ച് ഒരു ഗ്യാസിൻ്റെ പ്രഷറിന് കാരണം വാൾ കൊളിഷൻസ് ആണ്. അതായത് ഗ്യാസിലെ മോളിക്യൂൾ വെസലിൻ്റെ ഭിത്തിയിൽ ഇടിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു ഗ്യാസിന് പ്രഷർ ഉണ്ടാവുന്നത്. പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡ്യൂ ടു വാൾ കൊളിഷൻസ് മെയ്ഡ് ബൈ ദ പാർട്ടിക്കിൾസ്. ഒരു ഗ്യാസിൻ്റെ വോളിയം നമ്മൾ കുറയ്ക്കുന്നിരിക്കട്ടെ. വോളിയം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? മോളിക്യൂളിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് കുറയുകയാണ് അവിടെ. അങ്ങനെ ആകുമ്പോൾ മോളിക്കുലാർ കൊളിഷൻ എന്ത് സംഭവിക്കുമായിരിക്കും? യെസ്, മോളിക്കുലാർ കൊളിഷൻ ഇൻക്രീസസ്. ദാറ്റ് ഈസ് വാൾ കൊളിഷൻ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതായത് ഇവിടെ വോളിയം ഡിക്രീസ് ചെയ്യിച്ചപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്തു. ഇത് ഏത് ലോയാണ്? ബോയിൽസ് ലോ. അതേപോലെ ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ നാം നേരത്തെ പറഞ്ഞു ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. സോ ഇഫ് വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ദ മോളിക്കുലാർ മോഷൻ ഇൻക്രീസസ്. അങ്ങനെ മോളിക്യൂളിൻ്റെ മോഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊളിഷൻ്റെ എണ്ണവും കൂടും. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഏത് ലോ? ഗെയ്ലൂസാക്സ് ലോ. ദാറ്റ് ഈസ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നാം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഒരു ഗ്യാസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മോളിക്കുലാർ കൊളിഷൻ ഇൻക്രീസ് ചെയ്യുമെന്നും അതുകൊണ്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യുമെന്നും. പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പ്രഷറിനെ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി പ്രഷറിന് പകരമായിട്ട് വോളിയം ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വോളിയം ഇൻക്രീസസ് ഓർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇതാണ് ഏത് ലോ? ചാൾസ് ലോ. ഇതേപോലെ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഇരിക്കുന്ന ഗ്യാസിലേക്ക് നമ്മൾ കുറച്ചധികം ഗ്യാസ് കൂടി ഫില്ല് ചെയ്യുകയാണെന്നിരിക്കട്ടെ. ഇപ്പോഴെന്ത് സംഭവിച്ചു? ഗ്യാസ് മോളിക്യൂളിൻ്റെ എണ്ണം കൂടി. അങ്ങനെ ഗ്യാസ് മോളിക്യൂളിൻ്റെ എണ്ണം കൂടുമ്പോൾ മോളിക്കുലാർ കൊളിഷനും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പ്രഷർ കൂടണം. പക്ഷേ ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി വോളിയം ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് വെൻ ദ എമൗണ്ട് ഓഫ് ഗ്യാസ് ഇൻക്രീസസ് വോളിയം ഇൻക്രീസസ് ഓർ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് ഗ്യാസ് ഓർ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. ദിസ് ഈസ് അവഗാഡ്രോസ് ലോ. അതേപോലെ നമ്മൾ കൈനറ്റിക് മോളിക്കുലാർ തിയറിക്കകത്ത് പഠിക്കുകയുണ്ടായി ഗ്യാസിൻ്റെ മോളിക്യൂൾ തമ്മിൽ യാതൊരു ഇൻട്രാക്ഷനും ഇല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു മിക്സ്ചർ ഓഫ് നോൺ റിയാക്ടിംഗ് ഗ്യാസസിൽ ഒരു ഗ്യാസിൻ്റെ മോളിക്യൂൾസ് എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ മറ്റുള്ള ഗ്യാസിൻ്റെ മോളിക്യൂളിൻ്റെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. സോ ദ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു
the sum of the partial pressures exerted by each gas. This is the Dalton's law. നാം ഇന്ന് ഡിസ്കസ് ചെയ്തത് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, അതേപോലെ കൈനറ്റിക് മോളിക്കുലാർ തിയറിയും അതിൻ്റെ പോസ്റ്റുലേറ്റ്സിനെ പറ്റിയും, കൂടാതെ കൈനറ്റിക് മോളിക്കുലാർ തിയറി ഉപയോഗിച്ചുകൊണ്ട് ഗ്യാസ് ലോസ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഈ കാര്യങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി എഴുതിക്കൊള്ളുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സർ ഓഫ് 3.2 gram of methane and 4.4 gram of carbon dioxide contained in a 9 decimeter cube flask at 27 degree Celsius. Second question, what will be the pressure of the gaseous mixture when 0.5 liter of hydrogen at 0.8 bar and 2 liter of dioxygen at 0.7 bar are introduced in a 1 liter vessel at 27 degree Celsius. കൂട്ടുകാർ, ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഈ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നന്ദി.